നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഒരുപാട് പേരോട് എന്നെ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നമ്മുടെ കോസ്റ്റിംഗ് പേപ്പർ നമ്മൾ എവിടെയൊക്കെ പഠിക്കുന്നു, നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് BCOMനുണ്ട്, MCOMനുണ്ട്, MBAയിൽ നമ്മൾ അക്കൗണ്ടൻസി കോസ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും പാർട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ പഠിക്കാനുണ്ട്. CA, CMA, CSLയുടെ പേപ്പറിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ ലെവലിലും പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതിൽ ഏത് ലെവലിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഞങ്ങൾക്ക് കാണാതെ പഠിക്കാൻ ഇഷ്ടമല്ല, ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് നമുക്ക് കാണാതെ പഠിക്കാനുണ്ടെന്ന്. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ പഠിച്ച രീതിയിൽ എന്തോ ഒരു മിസ്റ്റേക്കാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്, ഇക്വേഷൻസ് കാണാതെ പഠിക്കണമെന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന പാർട്ടാണ്. ഓക്കെ, നമ്മൾ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്നും അതിൻ്റെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി, എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെ, പഠിക്കാൻ പറ്റാത്ത എന്താ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചില്ലേ, പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കാനാണോ പാട്? അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എയിം ചെയ്യുന്നത് 100% സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൻ്റെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി, അല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞ പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ്. അതായത് CA, CMA, CS അതുപോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറേ ലെക്ചർ വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ചാനൽ, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം റെഫർ ചെയ്ത് കൊടുക്കുക. ഈ കമ്മ്യൂണിറ്റി നിങ്ങളുടേതാണ്, നമ്മുടേതാണ്. ഇത് വളർത്താന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലേ, അതിനെ കറക്റ്റായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നല്ല പറയേണ്ടത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. അതാണ് നമ്മുടെ ആ ഒരു സെഷൻ്റെ പേര്. നമുക്കതിൽ ഓരോ വാക്കും എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. കോസ്റ്റിംഗ് ഒരു ടെക്നിക്കാണ്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ആദ്യത്തെ നമുക്ക് ആ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ്. നമ്മൾ പലരും സിനിമ കാണാൻ പോകാറുണ്ട് അല്ലേ. സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എക്സ്പെക്ടേഷൻ കാണും. ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ്, കിടിലമായിരിക്കും, ഫഹദ് ഫാസിലിൻ്റെ അഭിനയമൊക്കെ അപ് ടു ദ മാർക്കായിരിക്കും, അടിപൊളിയായിരിക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് പോകണം. എന്നിട്ട് ഫഹദ് ഫാസിലിൻ്റെ സിനിമ നമ്മൾ കാണാൻ പോയപ്പോൾ നമ്മൾ പോരാ, അതൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല, നമ്മൾ വിചാരിച്ചത്ര വന്നില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചത്ര വന്നില്ല. നമ്മൾ പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്തിട്ട് തമ്മിൽ ഡിസ്കസ് ചെയ്യും. ഇല്ല, അതിനൊരു സ്റ്റാൻഡേർഡ് പോരാ അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ആ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം. സ്റ്റാൻഡേർഡ് അതായത് നമ്മുടെ മനസ്സിൽ ഒരു എക്സ്പെക്ടേഷൻ കാണും അല്ലേ. ആ എക്സ്പെക്ടേഷനോടൊപ്പം നമ്മുടെ റിയാലിറ്റി എത്തുകയാണെങ്കിൽ നമ്മൾ പറയും സ്റ്റാൻഡേർഡ് ആയി. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എത്തി നമ്മൾ സ്റ്റാൻഡേർഡ്, നമ്മൾ പ്രതീക്ഷേനേക്കാളും അപ്പുറമായി, അടിപൊളിയായിരുന്നു, കിട്ടില്ല സ്റ്റാൻഡേർഡ് പടമായിരുന്നൊക്കെ നമ്മൾ പറയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ഒരു എക്സ്പെക്ടേഷൻ, എന്തോ ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യും അല്ലേ. ആ ബെഞ്ച് മാർക്കിനേക്കാളും അത്രയും വന്നാൽ ഓക്കെ സ്റ്റാൻഡേർഡ് ആണ്, അതിനേക്കാളും കൂടുതലായാലും അടിപൊളി എന്ന് പറയും, അതിനേക്കാളും കുറവാണെങ്കിൽ പോരാ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമുക്കിതിനൊന്ന് ബിസിനസ് വേൾഡിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ കോസ്റ്റിങ്ങിൻ്റെ ആസ്പെക്റ്റിലൊന്ന് കണക്കാക്കിയാൽ എങ്ങനെ പറയാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ കോസ്റ്റിംഗ് പേപ്പറാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളെ കോസ്റ്റിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പോൾ നമ്മുടെ പഴയ ട്രെൻഡ്, അതായത് പഴയ ഒരു ട്രെൻഡ് കാണും, നമ്മുടെ പഴയ എക്സ്പീരിയൻസിലൂടെ ആ പഴയ ട്രെൻഡുകൾ മനസ്സിലാക്കിയതിലൂടെ ഈ വർഷം വരാൻ പോണ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ഈ വർഷം നമുക്ക് ഉണ്ടാകാൻ പോണ കോസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഒബ്സർവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. നമ്മൾ എന്താണ് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുക, നമുക്ക് കിട്ടിയത് ഒരു വീടിൻ്റെ വാർപ്പ് നമ്മൾ പറയില്ലേ. വാർപ്പ് എന്ന് പറഞ്ഞാൽ കമ്പി ഇട്ടിട്ട് മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് വാർപ്പ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വാർപ്പ് എന്നാണ് പറയുന്നത്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ഓക്കെ, എനിക്കത് കിട്ടിയില്ല. വാർപ്പെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വാർപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. 100 ചാക്ക് സിമെൻറ്റ്, 100 ചാക്ക് സിമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ചാക്ക് സിമെൻറ്റിന് സപ്പോസ് 500 രൂപയാണ്, ഒരു ചാക്ക് സിമെൻറ്റിന് സപ്പോസ് 500 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര രൂപ കോസ്റ്റ് ആവും? 500 × 100 50,000 രൂപയായിരിക്കും ആ ഒരു വാർപ്പ് നടക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റിന് നമുക്ക് കോസ്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈ ഒരു വീടിൻ്റെ വാർപ്പിന് വേണ്ടിയിട്ട് 50,000 രൂപയാണ് കോസ്റ്റ് ആവുക അല്ലേ. പക്ഷേ നമ്മൾ വാങ്ങിയ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. നമ്മൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു ചാക്ക് സിമെന്റ് ആണെങ്കിൽ ഇപ്പോൾ അത്രയ്ക്ക് ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ചാക്ക് 1.5 ചാക്ക് സിമെന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സിമെന്റിന്റെ എണ്ണം കൂടും അല്ലേ. 50 ചാക്ക് സിമെന്റ് പ്രതീക്ഷിച്ചെടുത്ത് 75 ചാക്ക് സിമെന്റ് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റും അതനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യും
അല്ലേ? നമ്മൾ 50,000 രൂപയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 75 ചാക്ക് സിമെന്റ് വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ 75,000 രൂപയായി. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണ്, കാൽക്കുലേഷൻസിലൊക്കെ തെറ്റുണ്ടാവും. അപ്പോൾ നോക്കിയേ, നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് 50,000, പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായത് 75,000 അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പറയാം, നമ്മുടെ സ്റ്റാൻഡേർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 25,000 രൂപ അധികം ചിലവായി. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രീവിയസ് ട്രെൻഡുകൾ മനസ്സിലാക്കിയിട്ട് ഇനി വരാൻ പോണ ഫ്യൂച്ചറിലെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒബ്സർവേഷൻസും എക്സ്പീരിയൻസും നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസും അനാലിസിസും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും അല്ലേ? എന്നിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ആക്ച്വൽ കോസ്റ്റ് ആ സ്റ്റാൻഡേർഡിൻ്റെ എവിടെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കും. ചിലപ്പോൾ സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതലായി പോവാം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് കൂടുതലായി പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്കതൊരു നഷ്ടമാണ്, ഒരു നെഗറ്റീവ് സെൻസ് അല്ലേ? അപ്പോൾ അത് നമുക്ക് നല്ലതല്ല എന്ന് നമ്മൾ പറയും. സ്റ്റാൻഡേർഡിനേക്കാളും താഴെയാണ്, നമ്മൾ 1 ലക്ഷം പ്രതീക്ഷിച്ചു, പക്ഷേ 75,000 നമുക്ക് നിർത്താൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും, ഓക്കെ, നമ്മുടെ പണി അടിപൊളിയായിരുന്നു, നമുക്ക് 25,000 രൂപ എക്സ്ട്രാ ലാഭം കിട്ടിയെന്ന് നമുക്ക് പറയാം. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്തുണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് വേർഡിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. മനസ്സിലായില്ലേ? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് നമ്മുടെ ആക്ച്വലിനകത്ത് എന്ത് മാറ്റം സംഭവിച്ചു, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേരിയൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ 1 ലക്ഷം കോസ്റ്റ് സംഭവിക്കും, നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, പക്ഷേ 75,000 ഉണ്ടായുള്ളൂ. അപ്പോൾ 25,000 എന്താണ്? മാറ്റമാണ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ്, ഒരു വേരിയേഷൻ ആണ്. അതിന് നമുക്ക് വേരിയൻസ് എന്ന് വിളിക്കാം. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? വേരിയൻസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? വേരിയൻസ് അനാലിസിസ്. ആ വേരിയൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അത് പോസിറ്റീവ് ആണോ, നമ്മുടെ ബിസിനസ്സിന് നല്ലതാണോ, അതോ നെഗറ്റീവ് ആണോ, ബിസിനസ്സിന് മോശമായ രീതിയിലാണോ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ വേരിയൻസ് അനാലിസിസിൻ്റെ 2 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിനെയും ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്. അതായത് നമ്മൾ 1 ലക്ഷം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്തു, പക്ഷേ 75,000 വന്നോളൂ. അപ്പോൾ 25,000 നമുക്ക് ലാഭമല്ലേ? പോസിറ്റീവ് അല്ലേ? അതെ. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഫേവറബിൾ വേരിയന്റ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഫേവറബിൾ അല്ലേ? ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല, എൻ്റെ ഫേവറേറ്റ് സോങ്, എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നതാണ് അല്ലേ? അപ്പോൾ ഫേവറേറ്റ്, ഫേവറബിൾ. മനസ്സിലായോ? അഡ്വേഴ്സ്, അഡ്വേഴ്സിന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അടി, അഡ്വേഴ്സ് എന്നല്ലേ നമ്മൾ എഴുതുന്ന ഡിവേഴ്സ്. അപ്പോൾ അടി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പേടിയാണ്, നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ ഒരു നെഗറ്റീവ് ഫിഗർ ആണ് വരുന്നെങ്കിൽ അതിന് നമുക്ക് അഡ്വേഴ്സ് വേരിയൻസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഞാൻ ചുമ്മാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകൾ പറയുകയാണെങ്കിൽ എനിക്കറിയാം, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന്, പക്ഷേ ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, നമ്മുടെ സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് ആക്ച്വലി ഉണ്ടായ കോസ്റ്റ് കൂടുതലാണോ കുറവാണോ നോക്കുക. എന്താണോ നോക്കുക? കൂടുതലാവാം, ചിലപ്പോൾ കുറവാം. കൂടുതലാണെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ അഡ്വേഴ്സ് ആണ് അല്ലേ? അഡ്വേഴ്സ് ആണെന്ന് പറയും. പോസിറ്റീവ് ആണെങ്കിലോ നമുക്ക് ലാഭമാണ്. 1 ലക്ഷം പ്രതീക്ഷിച്ചു, 75,000 സംഭവിച്ചുള്ളൂ. അപ്പോൾ 25,000 കോസ്റ്റ് ഉണ്ടായില്ല, നമുക്കൊരു ലാഭമാണ്. അതിന് നമ്മൾ ഫേവറബിൾ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യുക, അതിലെ ഡിഫറൻസ് മനസ്സിലാക്കുക, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. നന്നായിട്ട് മനസ്സിലായോ? അടിപൊളിയായിട്ട് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ വേരിയൻസ്, മെറ്റീരിയലായിട്ട് സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കാനുള്ളത് മെറ്റീരിയലും ലേബറുമാണ്. നമുക്ക് രണ്ടും പഠിക്കാം. ലേബർ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ച തിയറികൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയണ്ടേ? അപ്പോൾ ഞാൻ നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കൊണ്ടുപോകാൻ ഞാനൊരു ജസ്റ്റ് PDF പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും എന്നോട് നോട്ട്സ് ചോദിക്കരുത്. ജസ്റ്റ് 2-3 വാക്കുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്, അതൊക്കെ പേപ്പറിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അല്ലാതെ ഈ ഒരു സാധനം PDF എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. നോക്കിക്കോ. ഓക്കെ, നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് ഞാൻ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനിഷൻ നമ്മുടെ CMAയുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഡെഫിനിഷനാണ്. ഞാൻ അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡെഫിനിഷൻ ഒന്നും പഠിക്കില്ല, നമ്മുടെ മനസ്സിലുള്ള ഐഡിയ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ ഒന്ന് പ്രസന്റ് ചെയ്യും. നമുക്ക് ആദ്യം ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്? നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ് ആണ് അല്ലേ? പഴയ ട്രെൻഡുകളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനിലൂടെയും അനാലിസിസിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആണ്. അതെന്താണ്? ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് അല്ലേ? മാനേജ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം. മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഓഫ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ആൻഡ് റെലവൻറ്റ് നെസസറി എക്സ്പെൻഡിച്ചർ. കണ്ടോ, നമ്മുടെ എഫിഷ്യൻറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടും നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ മെഷർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡെഫിനേഷൻ പറയാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്
അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു വി വിൽ ഫിക്സ് എ ബെഞ്ച് മാർക്ക്, ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ്. ആ ബെഞ്ച് മാർക്ക് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ആ ബെഞ്ച് മാർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ ഒബ്സർവേഷൻസ്, പ്രീവിയസ് അനാലിസിസ്, ഫൈൻഡിങ് ദ ട്രെൻഡ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യും. എന്നിട്ട് കമ്പയർ ദ ബെഞ്ച് മാർക്ക്, കമ്പയർ ദ സ്റ്റാൻഡേർഡ് വിത്ത് ആക്ച്വൽ കോസ്റ്റ്. എന്നിട്ട് അതിന്റെ വേരിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ നമ്മൾ പേപ്പറിൽ എഴുതിയാലും പോരെ, ഡെഫിനിഷൻ പഠിക്കണോ വേണ്ട, മനസ്സിലായില്ലേ? ഇങ്ങനെ തൊട്ട് താഴെ കിടക്കുന്ന രണ്ടാമത്തെ വാക്കുള്ള വേരിയൻസ്. വേരിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. എന്താണ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഓക്കെ, അതാണ് അതിൽ രണ്ടാമത് കിടക്കുന്ന സെക്ഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഫേവറബിൾ ആൻഡ് അഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഫേവറബിൾ ആൻഡ് അഡ്വേഴ്സ് ആണ് ഞാനിപ്പോൾ ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എന്ത് ഫേവറബിൾ വേരിയൻസും അഡ്വേഴ്സ് വേരിയൻസും. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവാണ്, അത് പോസിറ്റീവ് നോട്ടാണ്. അത് നമ്മൾ 1 ലക്ഷം പ്രതീക്ഷിച്ചു, 75,000 ഉണ്ടായുള്ളൂ, അപ്പോൾ 25,000 എന്താണ്, പോസിറ്റീവാണ്, അത് ഫേവറബിൾ. ഇനി അഡ്വേഴ്സ് എന്ന് പറഞ്ഞാലോ നമുക്ക് വേണ്ട, നമ്മൾ 1 ലക്ഷം പ്രതീക്ഷിച്ചു, പക്ഷേ നമ്മളെ ഇൻഎഫിഷ്യൻസി കാരണം അത് 1.25 അപ്പോൾ 25,000 നെഗറ്റീവാണ്, മനസ്സിലായി? അതിനെ നമ്മൾ അഡ്വേഴ്സ് എന്ന് വിളിക്കും. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഈ വേരിയൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ആദ്യമേ കൊടുത്തിരിക്കുന്നത്, കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ വേരിയൻസ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇൻഎഫിഷ്യൻസി കാരണമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ ഈ പറഞ്ഞ കോൺക്രീറ്റിൻ്റെ പരിപാടി, കോൺക്രീറ്റിൻ്റെ കാര്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ എന്താണ് ലേബറൊന്നും അത്ര എഫിഷ്യൻ്റ് അല്ല, അവർക്ക് പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം കൊണ്ട് തീരേണ്ട പരിപാടി 1.5 ദിവസം എടുത്തു. അപ്പോൾ ഒരു 1/2 ദിവസത്തിൻ്റെയും കൂടെ കൂലി നമ്മൾ കൊടുക്കണ്ടേ? അപ്പോൾ അവരുടെ ഇൻഎഫിഷ്യൻസി കാരണം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ് കൂടി കാണൂലേ? അങ്ങനെ പല രീതിയിലൊക്കെ നടക്കാടാ, മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താണ്, അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നേനെ, നമ്മൾ പ്രോപ്പറായിട്ടൊരു സൂപ്പർവിഷനോ ഒരു മാനേജ്മെൻറ്റോ അവിടെ ഉണ്ടിരുന്നെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയേനെ. ഇനി അൺകൺട്രോളബിൾ ഉണ്ട്. അൺകൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സിമെൻറ്റിൻ്റെ ചാക്കിൻ്റെ 500 രൂപയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത്. പക്ഷേ സിമെൻറ്റിൻ്റെ വില നാച്ചുറലായിട്ട് കൂടും, ചിലപ്പോൾ ഡിമാൻഡ് കൂടിയത് കൊണ്ടോ സിമെന്റ് അൺഅവൈലബിലിറ്റി കൊണ്ടൊക്കെ സിമെന്റ് വില എന്ത് ചെയ്യും, 550 550 rupees ആവും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ബിയോണ്ട് അവർ കൺട്രോൾ ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, എന്ത്, കൺട്രോളബിൾ എന്നും അൺകൺട്രോളബിൾ എന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല. പക്ഷേ വേരിയൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ എഴുതിയിരുന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, പ്രശ്നമില്ലല്ലോ. ഇനി നമ്മൾ ഈ വേരിയൻസ് അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പഠിക്കാൻ പോണത് മെറ്റീരിയൽ ആണ്. എന്താ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോണത്, മെറ്റീരിയൽ. ലേബറിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം, ഇപ്പം നമുക്ക് മെറ്റീരിയൽ പഠിക്കാം. ഇതിൻ്റെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമുക്ക് ഇനി ലേബർ ചെയ്യണോ അല്ലെങ്കിൽ ഈ സംഭവം ഫ്ലോപ്പ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയൻസ്. നമ്മളിവിടെ കോസ്റ്റിൻ്റെ കാര്യമാണ്, മെറ്റീരിയലിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ലേബറിൻ്റെ കാര്യം, ഈ ലേബറിനെ സ്ട്രൈക്ക് ചെയ്താൽ ഈ ലേബർ നമുക്ക് വേണ്ട, നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്, മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ പറയാൻ പോണത്. ഈ മെറ്റീരിയലിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഓക്കെ, ആ ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മെറ്റീരിയൽ മാത്രമേ ലേബറിനെ സംബന്ധിച്ചില്ല. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. എക്സാമ്പിളിൻ്റെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കട്ടെ. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഞാൻ ഈ താഴെ പറയുന്ന ഓരോ ഐറ്റത്തിനും എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിൽ ആദ്യമേ കിടക്കുന്നുണ്ടോ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? ഒന്നുമില്ല, നമ്മൾ മെറ്റീരിയൽ ഇനത്തിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കാണും. ആ സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഒരു വീടിൻ്റെ വാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ചാക്ക് സിമെൻറ്റ്, ഒരു ചാക്ക് സിമെൻറ്റിന് 500 രൂപയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. 100 ചാക്ക് സിമെൻറ്റിന് ഒരു ചാക്ക് സിമെൻറ്റിന് 500 രൂപ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര കോസ്റ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 50,000 അല്ലേ? 100 × 50 എന്ന് പറയുന്നത് 100 ചാക്ക് സിമെൻറ്റിന് ഒരു ചാക്ക് സിമെൻറ്റ് 50 രൂപയല്ല കേട്ടോ, 500 രൂപ. 500 ആണെങ്കിൽ ഓക്കെ ആവും. അപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റ് 500 രൂപ, അങ്ങനെ 100 ചാക്ക് സിമെൻറ്റ് ആണെങ്കിൽ 50,000 രൂപയാണ് കോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 50,000 ആണ് നമ്മളെ കോസ്റ്റ് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പണി ചെയ്തൊക്കെ ഇങ്ങനെ വന്നപ്പോൾ, നമ്മൾ പണിയൊക്കെ ചെയ്ത് വന്നപ്പോൾ 100 എന്നുള്ളത് 110 ചാക്ക് സിമെൻറ്റ് വേണ്ടി വന്നു. 100 എന്നുള്ളത് 110 ചാക്ക് സിമെൻറ്റ് വേണ്ടി വന്നു. സിമെൻറ്റിൻ്റെ വില 500 രൂപയല്ല, സിമെൻറ്റിൻ്റെ വില 510 രൂപയായി. സിമെൻറ്റിൻ്റെ വില എന്ത് ചെയ്തു? 510 രൂപയായി. അങ്ങനെയാണെങ്കിൽ മൊത്തം നമ്മൾക്ക് എത്ര രൂപ കോസ്റ്റ് ഉണ്ടായി കാണും? ഒരു ചാക്ക് സിമെൻറ്റിന് 110 ചാക്ക് സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായി കാണും? അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ടാ. ഞാൻ ഒന്നും കൂടി പറയാം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 100 ചാക്ക് സിമെൻ്റ് ആണ്. ഒരു ചാക്ക് സിമെൻറ്റിന് 500 രൂപ വെച്ചിട്ട്, അപ്പോൾ ടോട്ടൽ 100 × 500 50,000 രൂപ കോസ്റ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായത് 100 ചാക്കിന് പകരം 110 ചാക്ക് സിമെൻറ്റ് ഉണ്ടായി. ഈ എക്സാമ്പിളൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചോ. 110 ചാക്ക് സിമെൻറ്റ്, ഒരു ചാക്ക് സിമെൻറ്റിന് 500 അല്ല 510 രൂപ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊത്തം എത്ര രൂപ കൊടുത്താണ്? ഒന്നുമില്ല, 110 ചാക്ക് സിമെൻറ്റ് വേണ്ടി വന്നു. എത്ര രൂപ? ഒരു ചാക്ക് സിമെൻറ്റിന് 510 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 56,100 അല്ലേ? 50,000 പ്രതീക്ഷിച്ച സ്ഥലത്ത് നമുക്ക് 56,100 രൂപ വേണ്ടി വന്നു അല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ?
ഇത് നെഗറ്റീവാണ്. നമ്മൾ 50,000 പ്രതീക്ഷിച്ചപ്പോൾ നമ്മുടെ ഇൻഎഫിഷ്യൻസി കാരണമോ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ കാരണമൊക്കെ നമുക്കൊരു 6,100 രൂപ അധികം വന്നു അല്ലേ. അപ്പോൾ നോക്കി, നമ്മൾ പ്രതീക്ഷിച്ചത് 50,000 പക്ഷേ ഉണ്ടായത് 56,000. അങ്ങനെയാണെങ്കിൽ 56,000-ൻ്റെ ആ ഒരു 6,100 ആണ് നമ്മുടെ വേരിയൻസ്. 6,100 ആണ് നമ്മുടെ എന്ത് വേരിയൻസ്. മനസ്സിലായോ? ഈ വേരിയൻസ് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? നിങ്ങൾ തന്നെ പറയാം, അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? 50,000 പ്രതീക്ഷിച്ചു, 56,000 ഉണ്ടായി. അത് നമുക്ക് നല്ലതല്ല, കൂടുതൽ കോസ്റ്റ് ചിലവായി. അപ്പം നമുക്ക് എന്ത് വിളിക്കാം? അഡ്വേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ എന്ത് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. നിങ്ങളത് ആ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുക, അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണോ, നമ്മളിപ്പോൾ പഠിച്ചതാണോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, നോക്കി ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഞാൻ ഇപ്പോൾ ഈ റെഡ് മാർക്ക് ചെയ്ത മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഇക്വേഷനൊക്കെ അവിടെ എഴുതിയിട്ടേക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ല ഇക്വേഷൻസ് പഠിക്കാനുണ്ടെന്ന്. നമ്മളിപ്പോൾ ഇക്വേഷൻസ് വല്ലതും പഠിച്ചിട്ടാണ് ഇത് ചെയ്തത്? അല്ല, ഇക്വേഷൻസ് ഒന്നും പഠിക്കാതെ ചെയ്തത്. നമുക്ക് നോക്കാം, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? SMC മൈനസ് AMC. നിങ്ങൾ ഒരിക്കലും ഈ SMC AMC SMC AMC ഒന്നും പഠിക്കരുത് കേട്ടോ. നമ്മളിത് വളരെ സിമ്പിളായിട്ട് പഠിക്കും. എങ്ങനെ പഠിക്കാൻ പോകണമെന്ന് അറിയാമോ? ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് അങ്ങനെ തന്നെ പറയും. SMC എന്നൊന്നും പറയില്ല, ഞാൻ എഴുതാനുള്ള മടി കൊണ്ട് SMC എന്ന് എഴുതിയിട്ടേക്കുന്നത്. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ താണ്ടി ഈ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും അല്ലേ. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച മെറ്റീരിയൽ കോസ്റ്റ് എത്രയായിരുന്നു? 50,000 ആയിരുന്നു. പക്ഷേ ആക്ച്വലി ഉണ്ടായ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 56,100. അപ്പോൾ നമ്മുടെ വേരിയൻസ് എത്രയാ? 6,100. അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? അഡ്വേഴ്സ്. മനസ്സിലായോ? അപ്പോൾ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. ഇനി ആ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചാൽ? ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന 100 ചാക്ക് സിമെന്റ് ആണ്. അതിന്റെ വില 500 രൂപയാണ്. അപ്പോൾ 100 × 500 ആണ് നമ്മൾ ചെയ്തത്. അതാണ് ഇവിടെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ പ്രൈസ്, നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി. നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് എക്സ്പെക്ട് ചെയ്തോ അത് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി. അതായത് 500 ചാക്ക് സിമെന്റ് ഇൻറ്റു 100 ചാക്ക് സിമെന്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇതാണ്ട് ഈ കിടക്കുന്ന ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്, ഇതാണ്ട് ഈ കിടക്കുന്ന ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. എങ്ങനെയാണ് നേരത്തെ ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടിയ? ഒന്നുമില്ല, ആക്ച്വലി നമ്മൾ എത്ര ചാക്ക് സിമെന്റ് യൂസ് ചെയ്തു? 110. എത്ര രൂപയാണ്? 510. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തില്ലേ? അതാണ് ഇവിടെ താഴെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത്? ആക്ച്വൽ മെറ്റീരിയൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ മെറ്റീരിയൽ ക്വാണ്ടിറ്റി. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ പഠിക്കണോ? ഇക്വേഷൻ പഠിക്കാതെ നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിൽ സ്റ്റെപ്പ് പ്രോബ്ലം ചെയ്തതുപോലെ നമുക്ക് ചെയ്തുകൂടെ സിമ്പിളായിട്ട്? ഇക്വേഷൻസ് വല്ലതും പഠിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഫസ്റ്റ് സാധനം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പഠിക്കാനുള്ള 5 എണ്ണമാണ്. ഈ 5 എണ്ണം നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് പഠിക്കും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് മുകളിലോട്ട് പോകാം. മുകളിൽ പോട്ടെ. ഓക്കെ, മുകളിൽ ചെന്നു. ഇനി നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി. ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 2 കാരണങ്ങൾ കൊണ്ട് മാറാം. കണ്ടേ? ലെഫ്റ്റും റൈറ്റും. ആ 2 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, പ്രൈസിൽ വന്ന മാറ്റം അല്ലേ. 500 രൂപ ഒരു ചാക്ക് സിമെൻറ്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തപ്പോൾ 510 രൂപയാണ് ഒരു ചാക്ക് സിമെൻറ്റിന്. പ്രൈസിന് വന്ന മാറ്റം കൊണ്ട് നമ്മളെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ വ്യത്യാസം വന്നു അല്ലേ. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ വന്ന മാറ്റം, അതിന് നമുക്ക് യൂസേജിൽ വന്ന മാറ്റം എന്ന് പറയാം. 100 ചാക്ക് സിമെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ 110 ചാക്ക് സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ യൂസേജിൽ വന്ന മാറ്റം. അപ്പോൾ ഈ 2 മാറ്റങ്ങൾ കൊണ്ടായിരിക്കണം എന്ത്? ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റിനകത്ത് മാറ്റം സംഭവിച്ചത് അല്ലേ. അതാണ് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന് 2 കാല്. ഒന്നെന്ന് പറഞ്ഞാൽ യൂസേജ്, ഒന്നെന്ന് പറഞ്ഞാൽ എന്ത്? നമ്മുടെ പ്രൈസ്. പ്രൈസിൽ വന്ന മാറ്റം 500 എന്നുള്ളത് 510 ആയി. യൂസേജ് നമ്മൾ 100 ചാക്ക് സിമെൻറ്റ് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ 110 ചാക്ക് സിമെൻറ്റ് സംഭവിച്ചു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ത് സംഭവിച്ചത്? നമ്മുടെ ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന് മാറ്റം സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഈ 2 എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കണ്ടേ? സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. താഴെ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഇക്വേഷൻ പഠിക്കണോ അതോ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണോ? താഴെ നോക്കി, ആ ഇക്വേഷനിൽ ഞാൻ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ നമുക്കിപ്പോൾ പഠിക്കണ്ട, നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. അതവിടെ നിൽക്കട്ടെ. നമ്മളിതാ ഇപ്പോൾ പഠിച്ചതിന് ശേഷം പിന്നെ പഠിക്കാം. അതാണ്ട് നമ്മളിനി പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. എന്താ ഇനി പഠിക്കാൻ പോകണം? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. നമുക്ക് ആ പ്രൈസ് വേരിയൻസ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കിടക്കണം. ഞാനിപ്പോൾ മാർക്ക് ചെയ്തില്ലേ, ഈ പ്രൈസ് വേരിയൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ക്രീനിലോട്ട് നോക്ക്. ഈ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന് ഞാൻ കുറേ ഇക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് നോക്കാം. നമ്മുടെ പ്രൈസിൽ എത്ര രൂപയോളം മാറ്റം സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന പ്രൈസ് എത്രയാണ്? 500 രൂപ. അറിഞ്ഞൂടെ? അതെ, നമുക്കറിയാം. ഇനി പക്ഷേ ആക്ച്വലി സംഭവിച്ച പ്രൈസ് എത്രയാണ്? ആക്ച്വലി ഉണ്ടായ പ്രൈസ് 510. എത്രയാണ്? 510. അപ്പം നമ്മൾ എത്ര രൂപ അധികം കൊടുത്തു എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ചോദിക്കുകയാണ്. 500 രൂപയാണ് നമ്മൾ ഒരു ചാക്ക് സിമെൻറ്റിന് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ 510 രൂപ വെച്ചാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ നമ്മൾ അഡീഷണൽ കൊടുത്തു എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനെ നമ്മൾ നേരെ ഇപ്പം CMA പഠിക്കാൻ വന്നപ്പോൾ അതിനെ ഒന്ന് ടെക്നിക്കലി അതിനെ പുതിയ പേര് വിളിച്ചു. എന്ത്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. നമുക്ക് കണ്ടുപിടിക്കാം.
ഒരു ചാക്ക് സിമെൻറ്റ് 500 നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ 510 കൊടുത്തു. 10 രൂപ ഒരു ചാക്ക് സിമെൻറ്റ് അധികം കൊടുത്തു. 10 രൂപ ഒരു ചാക്ക് സിമെൻറ്റ് അധികം കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ചാക്ക് സിമെൻറ്റ് വാങ്ങി? 500 ആണോ 510 ആണോ? 510 ചാക്ക് സിമെൻ്റ് അല്ലേ വാങ്ങിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എത്ര രൂപ അധികം കൊടുത്തു? 510 ചാക്ക് സിമെൻറ്റ് ഒരു ചാക്ക് സിമെൻറ്റ് 10 രൂപ വെച്ച് കൊടുത്തു അല്ലേ? കൺഫ്യൂഷൻ ആയോ? ഒന്നും കൂടി പറയാം. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 500 രൂപയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 510 രൂപയാണ്. അപ്പോൾ 10 രൂപ നമ്മൾ അഡീഷണൽ കൊടുത്തില്ലേ? 10 രൂപ അഡീഷണൽ കൊടുത്തു. എത്ര ചാക്ക് സിമെൻറ്റ് 10 രൂപ അഡീഷണൽ കൊടുത്തു? 510 ചാക്ക് സിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ 10 രൂപ വെച്ച് അഡീഷണൽ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എങ്ങനെയാണ്? 500 മൈനസ് 510. അപ്പോൾ നമുക്ക് 10 രൂപയെന്ന് കിട്ടും. 10 മൈനസ് ആണേ, 500 രൂപയിൽ നിന്ന് 510 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 മൈനസ് എന്ന് കിട്ടി അല്ലേ? ഈ 10ന് നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തു? നമ്മുടെ മൊത്തം എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിയോ, എത്ര 110 ചാക്ക് സിമെൻറ്റ് വാങ്ങി, 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അതായത് 10 ഇൻറ്റു 110 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? സിമ്പിളായിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ കിട്ടും. എത്ര? 1100. നെഗറ്റീവ് അല്ലേ കിട്ടും, കാരണം 500 മൈനസ് 510 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ അല്ലേ കിട്ടും. മനസ്സിലായി? അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പ്രൈസിൽ എത്ര രൂപ നമ്മൾ അധികം കൊടുത്തു എന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒന്നുമില്ല, നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന പ്രൈസ് എത്രയാണോ ആക്ച്വലി നമ്മൾ ഉണ്ടായ പ്രൈസ് എത്രയാണോ രണ്ടും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവോ പോസിറ്റീവ് ഒരു ഫിഗർ കിട്ടും. ഇൻറ്റു നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങി, അതിനാണ് എന്തെന്ന് വിളിക്കുന്ന മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ 500 മൈനസ് 510, 500 മൈനസ് 510. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -10 എന്ന് കിട്ടും. ഈ -10 ഇൻറ്റു 110 ചാക്ക് സിമെൻറ്റ് ഇൻറ്റു 110. അപ്പോൾ നമുക്ക് 1100 മൈനസ് കിട്ടും. ആ മൈനസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അഡ്വേഴ്സ് എന്ന് വിളിക്കോ ഫേവറബിൾ എന്ന് വിളിക്കോ? അഡ്വേഴ്സ് എന്തെന്ന് വിളിക്കും? അഡ്വേഴ്സ് എന്ന് വിളിക്കും. സിമ്പിൾ അല്ലേ? ദാ ഇനി ഇക്വേഷൻ നമുക്ക് നോക്കാം. ദാ ഇക്വേഷൻ ഒന്ന് നോക്കിയേ നിങ്ങൾ. ഓക്കെ, ദാ ഇക്വേഷൻ നോക്കാം. ഒന്നുമില്ല, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് 500 രൂപ മൈനസ് ആക്ച്വൽ പ്രൈസ് 510 രൂപ അല്ലേ? ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റി മേടിച്ചു? 110 ക്വാണ്ടിറ്റി. ഇക്വേഷൻ പഠിച്ചിട്ടാണോ നമ്മൾ നേരത്തെ ഇത് കണ്ടുപിടിച്ച? അല്ല. അപ്പോൾ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് തനിയെ നമ്മുടെ മനസ്സിൽ വരും. ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിൽ വരണം. മനസ്സിലായോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമോ? നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടില്ലേ? എത്ര 8ലോ 9ലോ ഒക്കെ മാത്തമെറ്റിക്സിൽ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി. അതായത് ഇവിടെ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് എന്ത് കിടക്കുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ള രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? അതായത് ഇങ്ങോട്ട് നോക്കിയേ, ആദ്യത്തെ സ്റ്റാൻഡേർഡ് പ്രൈസ് കണ്ടില്ലേ? ഈ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി, അതുപോലെ ഈ ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അതായത് ബ്രാക്കറ്റിന് അകത്ത് കിടക്കുന്ന രണ്ടിനെയും നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതിയാലും ആൻസർ കിട്ടും. ഞാൻ ചുമ്മാ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. അത് പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള ആൻസർ എത്രയായിരിക്കും? 500 ചാക്ക് സിമെൻറ്റ് മൈനസ് 500 രൂപ മൈനസ് 510. അപ്പോൾ നമുക്ക് 10 മൈനസ് കിട്ടും ഇൻറ്റു 110. അപ്പോൾ നമുക്ക് 1100 അഡ്വേഴ്സ് കിട്ടുമോ ഫേവറബിൾ കിട്ടും? 1100 അഡ്വേഴ്സ്. സിമ്പിൾ കാര്യമല്ലേ? എന്നാൽ നമുക്കിനി അടുത്ത വേരിയൻസ് പഠിക്കാം. അടുത്ത വേരിയൻസ് എന്താണ്? ആ മുകളിലേക്ക് പോയ അടുത്ത വേരിയൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസ് വേരിയൻസ് ആണ്. എന്താ പഠിക്കണം? സോറി, യൂസേജ് വേരിയൻസ്. എന്താ പഠിക്കാൻ പോകണം? യൂസേജ് വേരിയൻസ്. നമുക്ക് നോക്കാം ഈ യൂസേജ് വേരിയൻസ് എങ്ങനെയാണ് വന്നതെന്ന്. ഒന്നുമില്ല, ഇത് നമ്മൾ പ്രൈസ് പോലെ തന്നെ. അതായത് നമ്മുടെ ഉപയോഗത്തിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് ഉപയോഗിച്ചു, യൂസേജ്. അതാണ് യൂസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ 100 ചാക്ക് സിമെൻറ്റ് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ 110 ചാക്ക് സിമെൻറ്റ് എന്ത് ചെയ്തു? സംഭവിച്ചു. 100 ചാക്ക് സിമെൻറ്റ് എക്സ്പെക്ട് ചെയ്തു, 110 ചാക്ക് സിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്തു? സംഭവിച്ചു. അപ്പോൾ നോക്കി, എത്ര ചാക്ക് സിമെൻറ്റ് നമ്മൾ അഡീഷണൽ ഉപയോഗിച്ചു? 10 ചാക്ക് സിമെൻറ്റ് അഡീഷണൽ ഉപയോഗിച്ചു. ഓക്കെ, അതാണ് നമ്മൾ അധികം ഉപയോഗിച്ച സിമെൻറ്റ്. ഇനി എത്ര രൂപ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ആക്ച്വലി വെച്ച് കമ്പയർ ചെയ്യില്ല, അവിടെ സ്റ്റാൻഡേർഡ് വെച്ച് വേണം കമ്പയർ ചെയ്യാൻ. കാരണം അതിൻ്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ യൂസേജിൽ വന്ന മാറ്റത്തിന് നമ്മൾ പ്രൈസിലാണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് ചോദിച്ചാൽ പറയും, എത്രയാണ് 100 ചാക്ക് സിമെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ 110 ചാക്ക് സിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. 10 ചാക്ക് സിമെൻറ്റ് ആണ് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തതെന്ന് പറയാം. പക്ഷേ ഇത് നമ്മൾ ഒരു മണി വാല്യൂലാണ് പറയുന്നത്. ഇത് നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ഒരു മണി വാല്യൂല്. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാധനം സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്, ആക്ച്വൽ അല്ല സ്റ്റാൻഡേർഡ്. കാരണം ആ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ മണി വാല്യൂലോട്ട് മാറ്റുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്തിടാത്തത്? ആക്ച്വൽ ഇടാത്തത്. അതിൻ്റെ ബാക്കിലുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തുകൊണ്ടാണെന്ന് പറയാൻ വന്ന ഒത്തിരി കാര്യം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ആ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്തു? പ്രൈസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തെന്തിരുന്നത്? സ്റ്റാൻഡേർഡ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ മാറ്റാം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അതിനെ നമുക്ക് നേരത്തെ പോലെ വേണമെങ്കിൽ ഇക്വേഷനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസ്. ആ സ്റ്റാൻഡേർഡ് പ്രൈസ് താഴെ കിടക്കുന്നതാണ്, കുഴപ്പമില്ല. താഴെ അറിയാതെ എങ്ങനെയോ അങ്ങോട്ട് ഫോമാറ്റ് ചെയ്തപ്പോൾ അങ്ങനെ മാറിപ്പോയതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് പഠിച്ചില്ലേ? നമ്മൾ ചെയ്ത കണക്കിൽ എത്രയാണെന്ന് നോക്കാം.
നമ്മൾ ചെയ്ത കണക്കിലാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 100 ചാക്ക് സിമെൻ്റ് ആണ് അല്ലേ, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 110 ചാക്ക് സിമെൻറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലേ. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? 500 രൂപയല്ലേ. അപ്പോൾ നോക്കി 100 മൈനസ് 110, അപ്പോൾ നമുക്ക് -10 കിട്ടും. -10 ഇൻറ്റു 500, -10 ഇൻറ്റു 500 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 അഡ്വേഴ്സ് എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? 5000 നെഗറ്റീവ് അല്ലടാ, അതായത് -10 ആണ്. -10 ഇൻറ്റു 500 എന്ന് പറഞ്ഞാൽ 500 കൊണ്ട് 0 ഇട്ട് കൊടുക്കുക, 5000 ആണ്. 5000 മൈനസ് ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഒരു കമ്പയർ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ നേരത്തെ ഈ ഇപ്പോൾ ചെയ്ത കണക്കിൽ നേരത്തെ ചെയ്ത മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എത്രയായിരുന്നു? പ്രൈസിൽ വന്ന മാറ്റം എത്രയായിരുന്നു? 1100 അല്ലേ? 1100 അഡ്വേഴ്സ് ആണോ 1100 ഫേവറബിൾ ആണോ? 1100 അഡ്വേഴ്സ് ആണ് അല്ലേ. അപ്പോൾ പ്രൈസിൽ 1100 രൂപ നമുക്ക് നഷ്ടം സംഭവിച്ചു, അഡ്വേഴ്സ് ആണ്. അതുപോലെ യൂസേജിൽ നമുക്ക് എത്ര? 5000 രൂപ നഷ്ടം സംഭവിച്ചു, അവിടെയും നെഗറ്റീവാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രൈസിൻ്റെ വ്യത്യാസം കൊണ്ടോ യൂസേജിൻ്റെ വ്യത്യാസം കൊണ്ടോ ആയിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ മാറ്റം സംഭവിച്ചത്, അല്ലെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ മാറ്റം സംഭവിച്ചത്. ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 5000ഉം നമ്മുടെ ഈ പറയുന്ന 1100 രണ്ട് നെഗറ്റീവ് അല്ലേ. രണ്ട് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ചുമ്മാ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. 5000 പ്ലസ് 1100, 5000 പ്ലസ് 1100 കൂട്ടുമ്പോൾ 6100 അഡ്വേഴ്സ് എന്ന് കിട്ടും അല്ലേ. ഈ 6100 അല്ലേ നമുക്ക് ആദ്യമായി ചെയ്തപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ കിട്ടിയത് അല്ലേ. അപ്പോൾ അതാ നിങ്ങൾ താഴോട്ട് നോക്കി, ഈ ഇക്വേഷനും കൂടെ നമ്മൾ പഠിച്ചു അല്ലേ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും കൂടെ ആഡ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. എന്താ? ഈ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ രണ്ട് സബ് ക്ലാസിഫിക്കേഷൻ. ഈ ഫ്ലോ ചാർട്ടിലേക്ക് നോക്കാം. ഈ യൂസേജ് വേരിയൻസിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇവിടെ 3 എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് ഈ ഒരു കാര്യം ഞാനങ്ങ് സ്കിപ്പ് ചെയ്യാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സബ് യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ഇത് നമുക്ക് വേണ്ട. ഇത് അതിൻ്റെ ആവശ്യമില്ല. അത് സത്യം പറഞ്ഞാൽ ഒരു തിയറിയാണ്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ള 2 എണ്ണം പഠിച്ചാൽ മതി. എന്ത്? മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. നമ്മൾ പഠിക്കാൻ പോകുന്ന 2 എണ്ണം ഏതാണ്? മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. ഇത് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ ഒരുപാട് കണക്കുകൾ പഠിക്കത്തില്ലേ. ആ കണക്കുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ അത് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അസംഷൻസും ഒബ്സർവേഷൻസും എല്ലാം മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, ഒരു കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ മെക്കാനിക്കലായിട്ട് വേണം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് കണക്കുകൾ ചെയ്യാൻ. കാരണം അതിൽ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യാനൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ കണക്കും അങ്ങനെ പഠിക്കാം സിമ്പിളായിട്ട്. കാരണം ഇതിൻ്റെ ബാക്കിലുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ അതിരിത്തിരി പാടാം. ഞാൻ ആദ്യമേ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയൊരു കോൺസെപ്റ്റ് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഈ 2 ഇക്വേഷനും എങ്ങനെ മനസ്സിലിരിക്കും എന്നുള്ളത് കാര്യം പഠിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഈ 2 വാക്ക്. മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. മെറ്റീരിയൽ മിക്സും മെറ്റീരിയൽ ഈൽഡും നമുക്ക് നോക്കാം. ഈ മിക്സും ഈൽഡും തമ്മിലുള്ള വ്യത്യാസം ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഉണ്ടാക്കുന്നത് ചായയാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? ചായ. നമ്മുടെ കമ്പനിയുടെ ചായ, നമ്മുടെ ചായ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് വേണമല്ലോ. ഈ ലോകത്ത് ആർക്കൊക്കെ നമ്മൾ ചായ സെർവ് ചെയ്താലും ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ ചായയുടെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചായക്ക് ഒരു ഗ്ലാസ് ചായയുടെ 3/4 ഭാഗം പാലും ബാക്കി 1/4 ഭാഗം വെള്ളവും. അതായത് 3/4 മിൽക്കും 1/4 എന്ന് പറയുന്നത് വാട്ടറും. അതാണ് നമ്മുടെ പ്രപ്പോർഷൻ, അതാണ് നമ്മുടെ മിക്സ്. ഓക്കെ, പാലിനാണ് വില കൂടുതൽ, വെള്ളത്തിന് വിലയില്ല അല്ലേ. അപ്പോൾ ഒരു ചായയുടെ മേലുള്ള സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കാണും. പാലിൻ്റെ വില ഒരു ഗ്ലാസ് ചായക്ക് 3/4. അപ്പോൾ 1 ലിറ്റർ ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ 750 മില്ലി ലിറ്റർ പാലായിരിക്കും. ആ ഒരു മിക്സ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കും. പക്ഷേ നമ്മുടെ ജോലി ചെയ്യുന്ന ആൾ അങ്ങനല്ല ചെയ്തത്, ഫുള്ള് പാലിട്ടങ്ങ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കോസ്റ്റ് കൂടും. അത് മിക്സിൽ വന്ന വ്യത്യാസം കാരണമല്ലേ. ഇതിൻ്റെ കോൺസെപ്റ്റ് അതാണ്. അതായത് ചിലപ്പോൾ നമ്മളെ പല കാര്യങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് ഒന്നിലധികം റോ മെറ്റീരിയൽസ് വേണ്ടി വരും. ഈ റോ മെറ്റീരിയൽസിൻ്റെ മിക്സിൽ തമ്മിൽ മാറ്റം സംഭവിച്ചാലും എന്ത് ചെയ്യും? യൂസേജിൽ വ്യത്യാസം സംഭവിക്കും അല്ലേ. നമ്മൾ 3/4 അതായത് 3/4 ആണ് മിൽക്ക് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഫുള്ളും മിൽക്ക് യൂസ് ചെയ്തു, ഫുൾ ഹോൾ പാർട്ട് മിൽക്ക് യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പാലിൻ്റെ വില കൂടുതലായി കാണും മിക്സിൽ വന്ന വ്യത്യാസം കൊണ്ട്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിമെൻറ്റിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മൾ ഒരു നല്ലൊരു കിടിലം ബ്രാൻഡ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ചാക്ക് സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാക്ക് നമ്മൾ അതുപോലെ ഒരു ചാക്ക് മണലും യൂസ് ചെയ്യും, സാൻഡ് അല്ലേ. സാൻഡ് ഇപ്പോൾ സാൻഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അല്ലേ, ഒരു ചാക്ക് സിമെൻറ്റിന് ഒരു ചാക്ക് മണലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സിമെൻറ്റിന് പഴയതുപോലൊരു അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഇല്ല.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചാക്ക് സിമെൻറ്റ് പോരാ, 1.5 ചാക്ക് സിമെൻറ്റ് യൂസ് ചെയ്യേണ്ടി വന്നു. 1.5 ചാക്ക് സിമെൻറ്റിന് 1 ചാക്ക് മണൽ. അപ്പോൾ സിമെൻറ്റ് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വന്നില്ലേ? മിക്സിൽ വന്ന വ്യത്യാസം. അതാണ് നമ്മുടെ മിക്സ് വേരിയൻസ് പറയുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സ് വേരിയൻസ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതും കൂടെ ഈൽഡും കൂടെ പറഞ്ഞിട്ട് രണ്ടിൻ്റെ ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് പഠിക്കാം. ഈൽഡ് വേരിയൻസ്. ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡിലൊക്കെ, അതായത് നമ്മുടെ പാഠങ്ങളിലൊക്കെ ഈൽഡ് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ എക്കണോമിക്സിലും സോഷ്യൽ സ്റ്റഡീസിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 10 സെൻറ്റ് സ്ഥലം, 10 സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ നെല്ല് കൃഷി ചെയ്തു. എനിക്കൊരു 5 ചാക്ക് നെല്ല് കിട്ടി. അതാണ് അവിടെ നിന്ന് കിട്ടിയ ഈൽഡ് അല്ലേ? നമുക്ക് അവിടെ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേടാ. അതായത് നമുക്ക് ആ 10 സെൻറ്റ് സ്ഥലത്ത് നിന്ന് എനിക്ക് 5 ചാക്ക് നെല്ല് കിട്ടി. അതാണ് ആ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ യൂട്ടിലിറ്റി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈൽഡ്. മനസ്സിലായോ? അതാണ് ആ ഈൽഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ വ്യത്യാസം. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കി, 1 ചാക്ക് സിമെൻറ്റ് ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ 1.5 ചാക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഈൽഡ് കുറവാണ്. അതുകൊണ്ട് ഈൽഡ് വേരിയൻസ്. അതാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഈ 2 ഇക്വേഷൻസ് ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നോക്കിയേ, മിക്സ് വേരിയൻസ്, ഈൽഡ് വേരിയൻസ്. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം വരുന്നത് ആരാണ്? മിക്സാണ്. മിക്സാണ്. ഞാനിപ്പോൾ ഈ ഇക്വേഷൻ പറയുമ്പോൾ പലർക്കും ചിരി വരും. കാരണം പലരും ഇതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും. ഓക്കെ, നമുക്ക് താഴെ ഇക്വേഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻസ് കാണാൻ പറ്റുന്നല്ലോ. മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. അതിന് മുമ്പ് ഇവിടെ റെഡ് കളർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മൾ ഈ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കുക, ഈൽഡ് വേരിയൻസ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ ഈ പറയുന്ന യൂസേജ് വേരിയൻസ് കിട്ടും. മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും കൂടെ കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? യൂസേജ് വേരിയൻസ് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നോക്കി, ഈ മിക്സ് വേരിയൻസ് ഈൽഡ് വേരിയൻസ് കൂടെ നമ്മൾ പഠിക്കാൻ പോവാം. ഈ ഇക്വേഷൻസിനകത്തൊക്കെ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. നമുക്ക് ആ സിമിലാരിറ്റീസ് വെച്ച് പഠിക്കാം. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം മനസ്സിലാക്കാം. മിക്സ്, ഈൽഡ്, ആദ്യം വരുന്നത് ആരാണ്? മിക്സ് ആണ്. ഓക്കെ, അപ്പം മിക്സിന് നമ്മൾ ആദ്യം എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് പുതിയൊരു ഐറ്റത്തിന് പഠിക്കാൻ പോവാണ്. എന്താണെന്നറിയാമോ? RSQ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അതെന്തുവാണെന്നറിയാമോ? ഒന്നുമില്ല, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. എൻ്റെ കൂടെ ഒരു 10 വട്ടം പറഞ്ഞാൽ അതുപോലെ പഠിക്കും. ഞാനിവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. നോക്കി, RSQ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലോട്ട് മാറ്റുന്നു. അതെങ്ങനെയാണ് മാറ്റണേ? അത് മാറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പുതിയ വാക്ക് പഠിക്കുകയാണ്. ആ പുതിയ വാക്കിൻ്റെ പേര് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനെ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കേണ്ടത്. കാരണം ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിൽ റിവൈസ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. പക്ഷേ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പല ടെക്സ്റ്റുകളിലും വിളിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ. അവിടെ നമുക്ക് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അത് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. അത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആക്ച്വൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലോട്ട് മാറ്റേണ്ടത്. അതാണ് RSQ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് 2 ഇക്വേഷൻസ് ഒന്ന് പഠിക്കാം. മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. ആദ്യം വരുന്ന ആരാണ്? മിക്സ് വേരിയൻസ്. അതുകൊണ്ട് മിക്സ് വേരിയൻസിന് ആദ്യം. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്തിട്ട് കൊടുത്തു? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു. ഫസ്റ്റ് സാധനം മനസ്സിലായോ? നോക്കി, മിക്സ് വേരിയൻസ്, ഈൽഡ് വേരിയൻസ്. ആദ്യം വരുന്നത് മിക്സ് വേരിയൻസ്. അതുകൊണ്ട് ആദ്യമേ നമുക്ക് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് രണ്ടാമത് വരുന്നത് ഈൽഡ് വേരിയൻസ്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ എന്തിട്ട് കൊടുക്കും? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി രണ്ടാമത്തെ ഈൽഡ് വേരിയൻസിൽ ഇട്ട് കൊടുക്കും. നോക്കി, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി രണ്ടാമത് ഇട്ട് കൊടുത്തു. സിമ്പിളാണ്, ട്രിക്കാണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോജിക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കത്താൻ ഭയങ്കര പാടായിരിക്കും. നിങ്ങളിത് വീണ്ടും ഭയങ്കര വേസ്റ്റ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. അവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പഠിക്കാം. ഓക്കെ, ആദ്യം, അതാണ് നമ്മുടെ വാക്ക്. ആദ്യം വരുന്നവരെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. മിക്സ് വേരിയൻസ് ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആദ്യം ഇട്ട് കൊടുത്തു. രണ്ടാമതാണ് ഈൽഡ് വേരിയൻസ് വരുന്നത്. അതുകൊണ്ട് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഈൽഡ് വേരിയൻസിൽ രണ്ടാമത് ഇട്ട് കൊടുത്തു. ഈ 2 കാര്യങ്ങൾ വന്ന ഇവിടെ നിന്ന് മനസ്സിലായി. ഇനി നമുക്കിനി ഒരു ക്വാണ്ടിറ്റിയുടെ കാര്യം വേണം. ഒരു ക്വാണ്ടിറ്റിയുടെ കാര്യം. ഓക്കെ, സെയിം നേരത്തെ പറഞ്ഞ അതേ കാര്യം. മിക്സ് വേരിയൻസ് ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി 2 എണ്ണം ഉണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്നുകൂടെ പറയാം, മിക്സ് വേരിയൻസ് ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് ആദ്യം ക്വാണ്ടിറ്റി 2 എണ്ണം ഉണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കിയാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ് ആദ്യം വരുന്നത്, ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് ആദ്യം വരുന്നത്. S ആണോ A ആണോ ആദ്യം വരുന്നത്? A. അതുകൊണ്ട് ആദ്യം വരുന്നത് ആരാണ്? മിക്സ് വേരിയൻസ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ ഉള്ള ക്വാണ്ടിറ്റി ആയിട്ടുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റി A എന്ന് പറയുന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ആദ്യം ഇട്ട് കൊടുത്തു. കണ്ടോ, ആക്ച്വൽ ക്വാണ്ടിറ്റി. സിമ്പിൾ കാര്യമല്ലേ? അതുകൊണ്ട് രണ്ടാമത് വരുന്നവൻ ആരാണ്? രണ്ടാമത് വരുന്ന ഈൽഡ് വേരിയൻസ് ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും നോക്കിയാലും രണ്ടാമത് വരുന്ന ആരാണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തു. പൊട്ടത്തരമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനാണ് പലർക്കും ടഫായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇങ്ങനെ പഠിക്കുന്നത്.
ആദ്യം എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി ബ്രാക്കറ്റിൻ്റെ പുറത്ത് എപ്പോഴും വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസാണ്. ബ്രാക്കറ്റിൻ്റെ പുറത്ത് എപ്പോഴും വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസാണ്. ബ്രാക്കറ്റിൻ്റെ പുറത്ത് എപ്പോഴും വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇട്ട് കൊടുത്തു, വീണ്ടും പുറത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇട്ട് കൊടുത്തു. സിമ്പിൾ കാര്യമല്ലേ? നമുക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം, പറയാം. മിക്സ് വേരിയൻസ്, ഈൽഡ് വേരിയൻസ്. ആദ്യം വരുന്നത് മിക്സ് വേരിയൻസ്. ഓക്കെ, പുതിയൊരു വാക്ക് നമ്മൾ പഠിച്ചു, റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. അതെങ്ങനെ വരുന്നത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. ഓക്കെ, അത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ മിക്സ് വേരിയൻസ് ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് ആദ്യമേ റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മിക്സ് വേരിയൻസിൽ ഇട്ട് കൊടുത്തു. അതാണ്ട് ആദ്യമേ റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മിക്സ് വേരിയൻസിൽ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് രണ്ടാമത് റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഈൽഡ് വേരിയൻസിൽ ഇട്ട് കൊടുത്തു. സംശയമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? ക്വാണ്ടിറ്റി വേണം. ക്വാണ്ടിറ്റി രണ്ടെണ്ണം ഉണ്ട്, ആക്ച്വൽ ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങും, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എസിൽ തുടങ്ങും, അല്ലേ? അപ്പോൾ ഇതിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ആരാണ്? എ ആണ്. അതുകൊണ്ട് ആദ്യം വരുന്ന മിക്സ് വേരിയൻസിന് എ ഇട്ട് കൊടുത്തു, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു. രണ്ടാമത് വരുന്ന ഈൽഡ് വേരിയൻസിന് എസ് ഇട്ട് കൊടുത്തു. ഞാൻ നോക്കി, മിക്സ് വേരിയൻസിന് എ ഇട്ട് കൊടുത്തു, ആക്ച്വൽ ക്വാണ്ടിറ്റി, ഈൽഡ് വേരിയൻസിന് എസ് ഇട്ട് കൊടുത്തു, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഞാൻ പറഞ്ഞത് തമ്മിൽ തിരിഞ്ഞുപോയി, പക്ഷേ നിങ്ങൾ ക്ഷമിക്കാം, മനസ്സിലായില്ലേ? പുറത്തെപ്പോഴും എന്ത് തന്നെയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തെപ്പോഴും സ്റ്റാൻഡേർഡ് പ്രൈസ് ഇടുക. ഇങ്ങനെയെങ്കിലും ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയെങ്കിലും ഈ ഒരു സംഭവം പഠിച്ച് വെച്ചേക്കുക. സംശയമില്ലല്ലോ. ഇതാണ് നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൽ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ വേരിയൻസിൽ പഠിക്കാനുള്ള 5 ഇക്വേഷൻസ്. സബ് യൂസേജ് വേരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇടുന്നതിന് പകരം ആക്ച്വൽ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഡിഫറൻസ് വരും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സബ് യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി എഴുതുന്നത്. അതിനൊന്നും ആവശ്യമില്ല, അത് റെലവൻ്റ് അല്ല. നമുക്ക് ഈ ഒരു 5 മതി. നന്നായിട്ട് മനസ്സിലായി, ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലായെങ്കിൽ നമുക്കൊരു കണക്കും കൂടി ചെയ്തിട്ട് ഈ ഒരു പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം. പ്രശ്നമുണ്ടോ? സിമ്പിൾ കാര്യമല്ലേ? ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് പോയി ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഈ ലേബർ വേരിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ റിപ്ലൈ നോക്കിയിട്ട് മാത്രമേ ഞാൻ അടുത്ത ലേബർ വേരിയൻസ് ചെയ്യൂ, അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ട വീഡിയോസ് ഏതാണോ അതും കമൻറ്റ് ചെയ്യുക. ലേബർ വേരിയൻസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അത് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. ഓക്കെ, അടിപൊളിയല്ലേ? എല്ലാവരും ചായക്ക് അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിഫ്രഷ് ചെയ്തിട്ടൊക്കെ വന്നിരിക്കുക. നമുക്കിനി ഒരു കണക്കും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് കണക്ക് ചെയ്യാം. നോക്കി, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഏതോ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് ഇത്. ഇല്ലുസ്ട്രേഷൻ നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല. ടെക്സ്റ്റിലുള്ള ഇല്ലുസ്ട്രേഷൻ, ഞാൻ ഒരൊറ്റ ഇല്ലുസ്ട്രേഷനെ ചെയ്യുന്നുള്ളൂ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇനി അവസാനം ഒരു വേസ്റ്റേജിൻ്റെ ഒരു ചെറിയ പാട്ട് വരും. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ, ആ വേസ്റ്റേജിൻ്റെ കാര്യം ഇവിടെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ ഞാൻ ചെയ്യുന്നില്ല. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് തറയും, നന്നായിട്ട് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആ ഇല്ലുസ്ട്രേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കി, the standard quantity and standard price of raw material required for 1 unit of product A are given as follows. ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് എ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? എ ആണ്. അപ്പോൾ എ ഉണ്ടാക്കാനായിട്ട് പല റോ മെറ്റീരിയൽസ് വേണ്ടി വരും, അല്ലേ? ഈ പല റോ മെറ്റീരിയലും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസും താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ തന്നെ നമുക്ക് നോക്കാം. ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി. എ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെറ്റീരിയൽ എക്സ് വേണം, അതുപോലെ എ ഉണ്ടാക്കാനായിട്ട് മെറ്റീരിയൽ വൈയും വേണം. 2 റോ മെറ്റീരിയൽ വേണം. ഓക്കെ, നോക്കിയേ, 2 ക്വാണ്ടിറ്റി എക്സും 4 ക്വാണ്ടിറ്റി വൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എ ആവും. 2 ക്വാണ്ടിറ്റി എക്സും 4 ക്വാണ്ടിറ്റി വൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ ആവും. ഒന്നും കൂടെ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ചായയാണ് നമ്മുടെ ഔട്ട്പുട്ട്, അതാണ് എ. അവിടെ 2 ക്വാണ്ടിറ്റി, അതായത് 2 എന്ത് ഒഴിക്കണം? 2 ഗ്ലാസ് പാൽ ഒഴിക്കണം, അതുപോലെ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതാണ് അവരുടെ മിക്സ്, അതാണ് അവരുടെ പ്രപ്പോർഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഒരു ചായ ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിളാണ്, കളിയാക്കല്ലേ എന്നെ, മനസ്സിലായോ? അതിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റിൻ്റെയാണ്, ഒരു യൂണിറ്റിൻ്റെയാണ്. ഒരു യൂണിറ്റ് എക്സിന് 3 രൂപയും ഒരു യൂണിറ്റ് വൈക്ക് 2 രൂപയും. ഒരു യൂണിറ്റ് എക്സിന് 3 രൂപയും ഒരു യൂണിറ്റ് വൈക്ക് 2 രൂപയും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ഫോർ 1 ഔട്ട്പുട്ട്, അതായത് ഒരു യൂണിറ്റ് ഓഫ് എ. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇനി താഴെ എന്താ നോക്കാം? ആക്ച്വൽ ഡേറ്റ തന്നിട്ടുണ്ട്. ആക്ച്വൽ എന്താ പറയുന്നത്? ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് റെലവൻറ്റ് ഡേറ്റ ആർ എസ് ഫോളോസ്. ആക്ച്വൽ പ്രൊഡക്ഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റെലവൻറ്റ് ഡേറ്റയും താഴെ തന്നിട്ടുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ് 1100 kg നമ്മൾ ഉപയോഗിച്ചു. എക്സ് 1100 kg എക്സ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, അതുപോലെ 1800 kg വൈയും യൂസ് ചെയ്തു. 1800 kg വൈയും യൂസ് ചെയ്തു. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലാണോ? സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ ഉണ്ടാക്കാനായിട്ട് 2 എക്സ് ഉപയോഗിച്ചാൽ 4 വൈ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ 1100 എക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4 ഇരട്ടി,
സോറി അതിൻ്റെ ഒരിരട്ടി, ഐ മീൻ അതിൻ്റെ ഇരട്ടി എന്ത് ഉപയോഗിക്കണം, y ഉപയോഗിക്കണം. പക്ഷേ ആ പ്രപ്പോർഷനൊക്കെ ഇവിടെ മാറ്റമുണ്ട്. അതൊക്കെ നമ്മൾ അതിൻ്റെ വേരിയൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ 1100 എക്സും 1800 1100 എക്സും 1800 kgs ഓഫ് വൈയും നമ്മൾ യൂസ് ചെയ്തു. അതിന് കൊടുത്തിരിക്കുന്ന പ്രൈസ് എത്രയാണ്? ടോട്ടലി 3410 റുപ്പീസ് ഈ 1100 കിലോ എക്സിന് വേണ്ടിയിട്ടും ടോട്ടലി 3960 റുപ്പീസ് ഈ 1800 കിലോ വൈക്കും വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക? പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ 3410 ഡിവൈഡഡ് ബൈ എത്ര കിലോയ്ക്ക് വേണ്ടിയിട്ടാണ്? 1100 അല്ലേ? ഡിവൈഡ് ബൈ 1100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് ഇവിടെ വെച്ച് തന്നെ കിട്ടും അല്ലേ? ഇവിടെ ഒരു പെർ യൂണിറ്റ് ഉണ്ട് 3 കിലോയാണ്, മറ്റേ പെർ യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. സിമ്പിൾ കാര്യമല്ലേ? അതുപോലെ നമുക്ക് വൈഡേയും പെർ യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ? 1800 കിലോയ്ക്ക് വേണ്ടിയിട്ടാണ് 3960 രൂപ. അതായത് 1800 kgsന് വേണ്ടിയിട്ടാണ് 3960 റുപ്പീസ്. അപ്പോൾ 3960 ഡിവൈഡഡ് ബൈ 1800 ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോയുടെ പ്രൈസ് എത്രയാണ് നമുക്ക് കിട്ടും. സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ എത്രയാണെന്ന് അറിയണ്ടേ? ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 500 യൂണിറ്റ് ആണ്. ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 500 യൂണിറ്റ് ഓഫ് എന്ത്? 500 യൂണിറ്റ് ഓഫ് എ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ ഇല്ലേ, ആ ഡേറ്റ ഫുള്ള് നമുക്കൊരു ടേബിൾ ഫോർമാറ്റിൽ എഴുതാം. അപ്പോൾ ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യമേ ആ ഒരു ടേബിൾ ഫോർമാറ്റിൽ ആ ഡേറ്റയിൽ എഴുതിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി കണക്ക് ചെയ്യാം. ഞാനത് എക്സ്പ്ലെയിനും ചെയ്തു തരാം എങ്ങനെയാണ് ആ ടേബിൾ വന്നതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ നമ്മൾ സ്ക്രീനിൽ ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. ജസ്റ്റ് ഒന്നുമില്ല, ഞാനിപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽ എക്സും മെറ്റീരിയൽ വൈയും. ഓക്കെ, അതുപോലെ ഇവിടെ ഇങ്ങനെ 2 സെഷനായിട്ടാണ് നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഷൻ കണ്ടോ? ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിന്റെ ഡേറ്റയാണ്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് എന്ന് മുകളിൽ ഹെഡിങ് കൊടുക്കുക, അതിന് താഴെ 3 കോളമുകൾ ഉണ്ട്. കണ്ടോ? 3 കോളം. ഒരു കോളം ക്വാണ്ടിറ്റി, ഒരു കോളം പ്രൈസ്, ഒരു കോളം എമൗണ്ട്. ഓക്കെ, അതേ സെയിം തന്നെയാണ് ആക്ച്വൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ. കണ്ടോ? അതിനകത്ത് എന്തുണ്ട്? 3 റോസ് ഉണ്ട്. ഐ മീൻ 3 കോളംസ് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റി, ഒന്ന് പ്രൈസ്, ഒന്ന് എമൗണ്ട്. അതൊക്കെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ ഈ ടേബിളിനോട് ചേർന്ന് തന്നെ ഒരു സെഷനും കൂടെ വേണം. ആ സെഷന്റെ പേര് എന്താണ്? നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്താണ്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ടേബിൾ വരയ്ക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ, അതിപ്പോൾ ലേബറിന്റെ ആയാലും മെറ്റീരിയലിന്റെ ആയാലും എന്തിന്റെ തന്നെ ആയാലും ഈ ഒരു കോളം ആദ്യമേ, ഈ ഒരു ടേബിൾ ആദ്യമേ തന്നെ വരച്ചു വെച്ചിരിക്കുക. അതായത് ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം എഴുതുക, സ്റ്റാൻഡേർഡ് എന്നും ആക്ച്വൽ എന്നും. ഈ സ്റ്റാൻഡേർഡിനും ആക്ച്വലിനും 3 ഡിവിഷൻ കാരണം ക്വാണ്ടിറ്റി, പ്രൈസ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, പ്രൈസ്, എമൗണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അവർ തന്നിട്ടുണ്ട്, ഒരു യൂണിറ്റ് ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ 2 കിലോ എക്സും 4 കിലോ വൈയും ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 500 കിലോ ഓഫ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ 500 കിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് പ്രൈസും അതിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇവിടെ ഇത്രയും ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 2 എ വേണം അല്ലെ? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 2 kg ഓഫ് എഗ്സ് വേണം. അങ്ങനെയാണെങ്കിൽ 500 യൂണിറ്റ് ഓഫ് എ ഉണ്ടാക്കാനോ? 500 യൂണിറ്റ് ഉണ്ടാക്കാൻ 500 × 2 അല്ലെ? 500 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. അതുപോലെ 4 യൂണിറ്റ് എന്താണ് വേണ്ടത്? വൈ ആണ് വേണ്ടത്. അപ്പൊ 500 × 4 2000. അതാണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി അതിന്റെ ടോട്ടൽ കണ്ടോ? അതിന്റെ ടോട്ടൽ ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക 2000, 1000 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3000. അതാണ് ഈ കൊടുത്തിരിക്കുന്ന 3000. ഓക്കെ, അതിന്റെ പ്രൈസ് അവർ നേരിട്ട് തന്നിട്ടുണ്ട് അല്ലെ? സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് പ്രൈസ് 1 kg ഓഫ് എഗ്സിന് 3 രൂപയെന്നും 1 kg ഓഫ് വൈക്ക് 2 രൂപയെന്നും ക്വസ്റ്റനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ എമൗണ്ട് എങ്ങനെ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാം? ഒന്നുമില്ല, ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് അല്ലെ? 1000 കിലോ ഓഫ് എഗ്സ് 1 കിലോയ്ക്ക് 3 രൂപ. 1000 × 3 3000. അതുപോലെ 2000 × 2 4000. ഓക്കെ, അതിന്റെ ടോട്ടലുമാണ് ഈ യെല്ലോ കോളത്തിൽ എഴുതിയിരിക്കുന്ന 7000. സംശയമുണ്ടോ? ഇല്ല. ഇനി ക്വാണ്ടിറ്റിയുടെ കാര്യം. ഈ ക്വാണ്ടിറ്റിയുടെ കാര്യം ക്വസ്റ്റനിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആക്ച്വലിന്റെ ഡീറ്റെയിൽസ് നേരിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാ? ആക്ച്വൽ നോക്കിയ ക്വസ്റ്റ്യനകത്ത് താഴെ തന്നിട്ടില്ലേ? അതായത് 101 kgs ഓഫ് എഗ്സ് ആണ് വാങ്ങിയത്. അത് വാങ്ങിയപ്പോൾ എത്ര രൂപയായി? 3410. കണ്ടില്ലേ ഈ സ്ക്രീനിൽ? ആ 2 എമൗണ്ട് ആണ് ഇവിടെ കിടക്കുന്നത്. എന്ത്? ക്വാണ്ടിറ്റിയും പ്രൈസും. പെർ യൂണിറ്റ് മാത്രം തന്നിട്ടില്ല അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ആദ്യം അത് എഴുതാം. ക്വാണ്ടിറ്റി 1100, അതിന്റെ പ്രൈസ് 3410. ക്വാണ്ടിറ്റി 1800, അതിന്റെ പ്രൈസ് 3960, 3960 റുപ്പീസ്. ഇനി അതിന്റെ പെർ യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ? ഒന്നുമില്ല, ഈ 3410 ഡിവൈഡഡ് ബൈ എന്ത്? 1100. അപ്പൊ നമുക്ക് 3.111 സംതിങ് അങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് 3.1 എന്ന് എഴുതാം. അതുപോലെ 3960 ഡിവൈഡഡ് ബൈ 1800. അപ്പൊ നമുക്ക് 2.2 എന്ന് കിട്ടും.
ഓക്കെ അല്ലേ, പ്രശ്നമില്ലല്ലോ. ഈ ക്വാണ്ടിറ്റിയുടെ ടോട്ടലാണ് ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, എമൗണ്ടിന്റെ ടോട്ടലാണ് ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിളിൽ ഒരു 90% കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ട്. എന്ത്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്താണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? ആ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ അല്ലേ? അവിടെ രണ്ട് വേർഡുകളാണ് ഉള്ളത്. ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലേക്ക് മാറ്റുക. അപ്പോൾ രണ്ട് വേർഡുകൾ ഏതൊക്കെയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. അപ്പോൾ നമ്മൾ നോക്കണം ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താണ്, സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ എന്താണ്, എന്നിട്ട് ആക്ച്വൽ ക്വാണ്ടിറ്റിയെ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലോട്ട് മാറ്റാം. നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വൽ താണ്ട് ഇതിലെ ആക്ച്വലിന്റെ കോളം അതെ, അതിലെ ക്വാണ്ടിറ്റി കോളം അതെ കിട്ടി. അതിന്റെ ടോട്ടൽ 2900, 2900. അതാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്ത ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലേ? അപ്പൊ ഈ 2900 ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലായിരിക്കില്ല. അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ എടുത്തിട്ടുണ്ടാവുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ടീയുടെ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലല്ല. നമ്മളിപ്പോൾ ഈ 2900 സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലോട്ട് മാറ്റണം അല്ലേ? ഓക്കെ, നമുക്ക് മാറ്റാം. ഇനി സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ എന്തുവാ? സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ നിങ്ങൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? ഒരു യൂണിറ്റ് ഓഫ് എ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 യൂണിറ്റ് എക്സും 4 യൂണിറ്റ് വൈയും ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ എന്താണ്? 2 യൂണിറ്റ് എക്സ് എടുത്താൽ 4 യൂണിറ്റ് വൈ എടുക്കണം. അപ്പൊ 2:4 അല്ലേ? 2:4 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:2 എന്ന് കിട്ടും. അത് തന്നെയാണ് ഈ ക്വാണ്ടിറ്റി കോളം നോക്കിയാലും മതി. ക്വാണ്ടിറ്റി കോളത്തിൽ കണ്ട 1000, 2000, 1000:2000. ദാറ്റ് മീൻസ് 1:2. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2900 സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലേക്ക് മാറ്റണം. 2900 എന്തുകൊണ്ട് മാറ്റണം? സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ. കാൽക്കുലേറ്റർ എടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? എങ്ങനെ ചെയ്യാം? 2900 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 2900 ഇൻറ്റു 1/3. അതാണ് ഈ ഇവിടെ വരാനുള്ള എമൗണ്ട്. അതുപോലെ 2900 ഇൻറ്റു 2/3 അതാണ് ഇവിടെ വരാനുള്ള എമൗണ്ട്. സിമ്പിൾ മാത്സ് അല്ലേ? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതല്ലേ? എന്താ? കാൽക്കുലേറ്റർ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റും? 2900 ഇൻറ്റു 1/3 എത്ര വരും? 966.667 എന്ന് കിട്ടും. നമുക്ക് ആ ഡെസിമൽ പോയിന്റ് എടുത്ത് ചെയ്യാം. പക്ഷേ ഇപ്പൊ കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 967 എന്ന് എടുക്കാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഈ എക്സൽ ഷീറ്റിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എക്സൽ ഷീറ്റിൽ ചെയ്യണമെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് നമ്മൾ ഈ ഫോർമാറ്റ് മാറ്റണം. അതായത് ഈ സെല്ലിന്റെ ഫോർമാറ്റ് ഇപ്പൊ സാധാ നമ്പേഴ്സാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ഡെസിമൽ പോയിന്റ് മാറ്റിയാലേ നമുക്ക് ആ ഡെസിമൽ പോയിന്റ് കാണിക്കും. വെറുതെ നമ്മൾ അങ്ങനെ കാണിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ വെച്ചല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ്? നമ്മുടെ ഈ ആക്ച്വൽ quantity in standard proportion. Actual quantity 2900, standard proportion 1:2. അപ്പോൾ നമ്മൾ 2900 1:2 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെ? 2900 into 1 divided by 3. അപ്പോൾ നമുക്ക് കിട്ടി 967, 66.66 എന്നാ. നമുക്ക് ഡെസിമൽ ഇല്ല, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 967 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2 ചെയ്താലോ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അതായത് 2900 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 1933 എന്ന് കിട്ടും. 1933 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സംശയമില്ല. ഞാൻ ചെയ്തൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ കാര്യം. ഇനി ഇതിന്റെ ടോട്ടൽ എടുക്കണം. നോക്കി, ഇതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ ഈ സാധനം തന്നെ വരണം. കാരണം നമ്മൾ ഈ 2900 എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഇവിടെ അത് എടുത്തു കഴിഞ്ഞാൽ അതേ സെയിം 2900 ഇവിടെയും വരണം. നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ. നോക്കി, 70699190. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും 2900 എന്ന് തന്നെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അതും ഓക്കെ, 2900 കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമ്മുടെ പരിപാടി. ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇക്വേഷനകത്ത് ഈ സാധനം വെറുതെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്. ഞാനിപ്പോൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കുളവാക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ ഈ ടേബിൾ വരെ കൺസ്ട്രക്ട് ചെയ്യാൻ നന്നായിട്ട് മനസ്സിലായില്ലേ? നമുക്ക് 5 ഐറ്റമാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ഒന്ന് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അത് കഴിഞ്ഞ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ 2 ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാ? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും. ഓക്കെ, പിന്നെ യൂസേജ് വേരിയൻസിന്റെ 2 ക്ലാസിഫിക്കേഷൻ. ടോട്ടൽ 3 ഉണ്ട്. 3 വേണ്ട, നമുക്ക് 2 മതി. സബ് യൂസേജിന്റെ ആവശ്യമില്ല. മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും. അതിന് വേണ്ടിയിട്ടാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനിലേക്ക് ഈ ഓരോ കാര്യങ്ങളും അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് സിമ്പിളായിട്ട് കണക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ എഴുതി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇക്വേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് ഈ വാല്യൂസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ അത് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അല്ലെങ്കിൽ വെറുതെ നമ്മുടെ വീഡിയോ ലെങ്ത് ആവാന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. സിമ്പിൾ കാര്യമില്ല. ഇനി നിങ്ങൾക്ക് അറിയാം, പലർക്കും ഇനി അതിന്റെ ബാക്കി കാണേണ്ട പോലും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് അത് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട്. നമുക്ക് 5 ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം 2-3 മിനിറ്റ് കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരുന്നു? നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്താണ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ എക്സ്പെക്ട് ചെയ്ത കോസ്റ്റ് എത്രയാണോ യഥാർത്ഥത്തിൽ ഉണ്ടായ കോസ്റ്റ് എത്രയാണോ അത് മാത്രം പറഞ്ഞാൽ പോരെ. നമുക്ക് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത കോസ്റ്റ് ഇതാ ഇവിടെ കിടപ്പില്ല. ഇതാ ഈ ടേബിളിനകത്ത് ഇതാ കിടക്കുന്നു 7000 അല്ലേ? നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡും അതുപോലെ സ്റ്റാൻഡേർഡ് പ്രൈസും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഒക്കെ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടോട്ടൽ കോസ്റ്റ് ആണ് 7000. പക്ഷേ യഥാർത്ഥത്തിൽ എത്രയാണ് ഉണ്ടായത്? 7370. ലാഭമാണോ നഷ്ടമാണോ?
നഷ്ടമല്ലേ? നഷ്ടത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും? അഡ്വേഴ്സ് എന്ന് വിളിക്കോ ഫേവറബിൾ എന്ന് വിളിക്കോ? അഡ്വേഴ്സ് എന്ന് വിളിക്കും അല്ലേ? അതാണ് ഇവിടെ 7000 മൈനസ് 7370. അതിന്റെ അർത്ഥം 370 അഡ്വേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ എക്സൽ ഷീറ്റിൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, എക്സൽ ഷീറ്റിൽ ഒറിജിനൽ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈക്വൽ ടു അടിക്കുക, അതിനുശേഷം ഈ സെൽ സെലക്ട് ചെയ്യുക, മൈനസ് അതിന് തൊട്ടപ്പുറത്തുള്ളത് ഈ സെൽ സെലക്ട് ചെയ്തിട്ട് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാഞ്ഞത്. എന്ത് സിമ്പിൾ ആയിട്ട് എങ്ങനെയാ വന്നതെന്ന് ജസ്റ്റ് എഴുതി വെച്ചേക്കാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആയി. കോസ്റ്റ് വേരിയൻസ് നമുക്ക് കിട്ടി 370. ഓക്കെ, ഇനി കോസ്റ്റ് വേരിയൻസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും. അപ്പോൾ ഈ പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ കോസ്റ്റ് വേരിയൻസ് കിട്ടണം. ഓക്കെ, നമുക്ക് ആദ്യമേ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പ്രൈസ് വേരിയൻസ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുന്നത്? അതിന്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ്, അതിൽ നിന്ന് ആക്ച്വൽ പ്രൈസ് കുറയ്ക്കുക, എന്നിട്ട് നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. എങ്ങനെയാ വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എക്സും ഉണ്ട്, ഇവിടെ വൈയും ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എക്സിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് 3, വൈയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് 2. ഓക്കെ, അതാണ് ദാ ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ആദ്യത്തെ 3, പിന്നെ അത് കഴിഞ്ഞുള്ള 2. ഓക്കെ, ഇനി അതിന്റെ ആക്ച്വൽ പ്രൈസ് നോക്കാം. 3.1, 2.2. ഓക്കെ, അത് എഴുതാം. 3.1, 2.2 എഴുതിയില്ലേ. ഓക്കെ, ഇനി അവരുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി നോക്കാം. ആക്ച്വൽ ക്വാണ്ടിറ്റി 1100 1800. അതാ നോക്കി, 1100 1800. ഓക്കെ, ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 110 അഡ്വേഴ്സും 360 അഡ്വേഴ്സും. അതായത് രണ്ടും നെഗറ്റീവ് ഫിഗറാ വരിക. കാരണം 3 മൈനസ് 3 മൈനസ് 3.1ഉം അതുപോലെ 2 മൈനസ് 2.2 അല്ലേ. അപ്പൊ രണ്ടും മൈനസ് ഫിഗർ ആണ് വരിക. അപ്പൊ രണ്ട് മൈനസ് ഫിഗറുകൾ വന്നാൽ രണ്ട് അഡ്വേഴ്സ് ആണ്. രണ്ട് അഡ്വേഴ്സുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും എത്ര? 470. അതും അഡ്വേഴ്സ് ആണ്. 470 എന്താണ്? അഡ്വേഴ്സ് ആണ്. നിങ്ങൾ കാണുന്നില്ലേ, ഈ 470യും അഡ്വേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാം. യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലേ. ഓക്കെ, നമുക്ക് രണ്ടുപേരുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നോക്കാം. 1000ഉം 2000. ഓക്കെ, ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 1100ഉം 1800. അപ്പൊ നമുക്ക് അത് എഴുതാം. 1000ഉം 2000ഉം 1100ഉം 1800ഉം. സ്റ്റാൻഡേർഡ് പ്രൈസ് നമുക്കറിയാം 3ഉം 2 ആണ്. ഓക്കെ, ഈക്വൽ ടു അടിച്ചാൽ കിട്ടും 300 അഡ്വേഴ്സും 400 ഫേവറബിളും. ഒന്നില് നെഗറ്റീവ്, അതായത് ആദ്യത്തേല് നെഗറ്റീവും രണ്ടാമത്തേല് പോസിറ്റീവ് ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ആദ്യത്തില് 1000 മൈനസ് 1100, അപ്പൊ നെഗറ്റീവ് ഫിഗർ കിട്ടും. രണ്ടാമത്തേല് 2000 മൈനസ് 1800 ആണ്, അപ്പൊ നമുക്ക് പോസിറ്റീവ് ഫിഗർ കിട്ടും. ഓക്കെ, അപ്പൊ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് അല്ലെ. ആദ്യത്തെ നെഗറ്റീവ്, അത് കഴിഞ്ഞുള്ളത് പോസിറ്റീവ്. ഓക്കെ, ഇനി അതിന്റെ ടോട്ടൽ എടുക്കുമ്പോഴോ രണ്ട് ഡിഫറൻസ് സൈൻ അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയാമല്ലോ, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 300 നെഗറ്റീവും 400 പോസിറ്റീവും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു 100 ഫേവറബിൾ എന്ന് കിട്ടും, 100 പോസിറ്റീവ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ, സംശയമൊന്നുമില്ല, 100 ഫേവറബിൾ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്? പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് വേരിയൻസ് കിട്ടണം. നമുക്ക് പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും കൂടെ കൂട്ടാം. പ്രൈസ് വേരിയന്റ് എത്രയാണ്? 470 അഡ്വേഴ്സ്. യൂസേജ് വേരിയൻസ് എത്രയാണ്? 100 ഫേവറബിൾ. അപ്പൊ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 370 അഡ്വേഴ്സ് എന്ന് കിട്ടൂലേ. ഈ 370 അഡ്വേഴ്സ് തന്നെയാണോ നമുക്ക് കിട്ടിയത്? അതെ, ദാ കിടക്കുന്ന 370 അഡ്വേഴ്സ് അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അത് 3 കറക്റ്റാ. ഇനി നമുക്ക് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാം. ആദ്യം നമുക്ക് രണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഒന്നും കൂടെ ഒന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ ചുമ്മാ പറയുന്നുള്ളൂ എന്ന്. ആദ്യം മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും അല്ലെ. മിക്സ് ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് ആദ്യമേ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ ഇട്ട് കൊടുത്തു അല്ലേ. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് വരുന്ന ഈൽഡ് വേരിയൻസ് രണ്ടാമത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ ആദ്യം വരുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആദ്യമേ വരുന്ന മിക്സ് വേരിയൻസിന് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു. രണ്ടാമത് വരുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് രണ്ടാമത് വരുന്ന ഈൽഡ് വേരിയൻസിന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു. ഓക്കെ, പുറത്ത് എപ്പോഴും എന്തിനാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടുപേരുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റി ഒക്കെ പറക്കി എഴുതിയാൽ മതി. നോക്കി, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ് രണ്ടുപേരുടെയും? 967ഉം 1933. അപ്പൊ അത് രണ്ടിടത്തും പറക്കി എഴുതാം. 967 1933 അത് തന്നെ ഇവിടെ എഴുതി. 967 1933. ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്കറിയാം 1000 2000 1100ഉം 1800. അപ്പൊ നമുക്ക് അത് പറക്കി എഴുതാം. 1100ഉം 1800ഉം 1000ഉം 2000. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് പ്രൈസ് നമുക്കറിയാം 3ഉം 2. 3 എഴുതാ, 2 എഴുതാ, 3 എഴുതാ, 2 എഴുതാ. ഓക്കെ, ഈക്വൽ ടു ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എത്ര കിട്ടും? 399 അഡ്വേഴ്സും 266 ഫേവറബിളും കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റ് ഡെസിമൽ പോയിന്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 400 അഡ്വേഴ്സ് എന്ന് കിട്ടും. അതുപോലെ എനിക്ക് തോന്നുന്നു 265 ഫേവറബിൾ എന്നാണ് കിട്ടുക. കറക്റ്റ് ഡെസിമൽ പോയിന്റ് ഒക്കെ എടുക്കുക. നമ്മൾ ഡെസിമൽ പോയിന്റ് ഇല്ലാണ്ടല്ലേ ചെയ്തത്. 966.66 കിട്ടിയപ്പോൾ നമ്മൾ 967 ചെയ്തില്ലേ. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വേരിയേഷൻ വരുന്നത്. അത് കാര്യമാക്കണ്ട, പ്രശ്നമൊന്നുമില്ല. അത് 2-3 നമ്പറുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഒരിക്കലും തെറ്റുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. 967 മൈനസ് 1100 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 399 അഡ്വേഴ്സ് കിട്ടും. അതുപോലെ 266 ഫേവറബിൾ കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 133 അഡ്വേഴ്സ് കിട്ടും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം.
ഓക്കെ. അതേ സെയിം കാൽക്കുലേഷൻ ഇവിടെയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 233 എന്ത് കിട്ടും? അഡ്വേഴ്സ് ഫേവറബിൾ കിട്ടും. 2233 ഫേവറബിൾ കിട്ടും. അപ്പൊ നമുക്കറിയാം യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത്? മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസ് കൂട്ടുന്നത്. അപ്പൊ നമുക്ക് മിക്സ് ഈൽഡും കൂടെ കൂട്ടി നോക്കിയിട്ട് യൂസേജ് വേരിയൻസ് കിട്ടുന്നുണ്ടോ നമ്മൾ ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കി 133യും 233യും അല്ലെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 133 100 rupees അല്ലെ. 133യും 233 രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വെറും 100 ഫേവറബിൾ അല്ലേ? ഇതല്ലേ കൂടുതൽ ഫേവറബിൾ. അപ്പൊ അത് തന്നെയല്ലേ നമ്മുടെ യൂസേജ് വേരിയൻസ് 100 ഫേവറബിൾ. അപ്പൊ അതും കറക്റ്റ് അല്ലേ? അതെയല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇക്വേഷൻസ് എങ്ങനെയാ വന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഇക്വേഷൻസ് പേപ്പറിൽ എഴുതിയിടുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്ത് ചെയ്തു? കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് മനസ്സിലാക്കുക, അത് ഈ ഒരു ബോക്സ് വരയ്ക്കുക, റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, അതിനകത്ത് നേരിട്ട് ഈ സാധനം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലെ മെറ്റീരിയൽ എന്ന് പറയുന്ന പാട്ട്. ഇതിൻ്റെ സെയിം തന്നെയാണ് ലേബർ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, ഞാൻ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും റെഫർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. ഇത് വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.